എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവപ്പാലാണ്. ഈ ഒരു കർക്കിടക മാസത്തില് ശരീരരക്ഷയ്ക്കായിട്ട് വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പാൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. മഴക്കാലത്തുണ്ടാകുന്ന ശരീരാസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കാരണന്മാര് പണ്ട് കാലം മുതൽക്കേ കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കുന്ന നല്ലൊരു പാനീയമാണ്. നമുക്കുണ്ടാകുന്ന ശരീരവേദന, കൈകാലുകൾ വേദന, സന്ധിവാതം, ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉലുവപ്പാലാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 3 ചേരുവകൾ മാത്രം മതിയാകും. പാചകരീതികൾ ഒട്ടും തന്നെ ഇല്ല, എങ്കിൽ തന്നെയും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. 100 ഗ്രാം ഉലുവയ്ക്ക് 150 ഗ്രാം കരിപ്പട്ടിയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടിയൊക്കെ ചേർത്ത് വേണം കൊടുക്കാനായിട്ടും. ഇനി കുറച്ചൊക്കെ മധുരം കൂട്ടിച്ചേർത്ത് തയ്യാറാക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉലുവപ്പാല് എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും ചേരുവകൾ കുറച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കർക്കിടകം സ്പെഷ്യൽ ഉലുവപ്പാൽ തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 100 ഗ്രാം അളവിലാണ് ഞാനിവിടെ ഉലുവ എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് വളരെ എളുപ്പത്തിലാണ് ഉലുവപ്പാൽ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉലുവ കുതിർത്തിയെടുക്കണം. ഉലുവ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉലുവ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഉലുവ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഉലുവയെ അരമണിക്കൂർ നേരത്തേക്ക് കുതിർന്നു വരാനായിട്ടൊന്ന് മൂടി മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഉലുവപ്പാലിലേക്ക് ആവശ്യമായ മധുരത്തിനായിട്ട് 150 ഗ്രാം അളവിൽ പനഞ്ചക്കര ഒന്ന് ഉരുക്കിയും കൂടി എടുക്കണം. ഇതിനായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് പനഞ്ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് പനഞ്ചക്കര ഒന്ന് ഉരുകിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഉലുവ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉലുവ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്കാണ് മാറ്റുന്നത്. കുക്കറിലേക്ക് നമ്മൾ കുതിർത്തിയ വെള്ളത്തോടൊപ്പം തന്നെയാണ് വേവിച്ചെടുക്കാനും പോകുന്നത്. ഉലുവയെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും തന്നെ വെള്ളം ആവശ്യമാണ്. ഉലുവയെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 5 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഉലുവ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവയെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത ഉലുവയെ ഒരു ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉരുളിയിലേക്ക് ഉലുവ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ചക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുക്കണം. ചക്കരപ്പാനിയിലേക്ക് ഉലുവ അരച്ചത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്ഷമ വേണം. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതിനായിട്ട് ചക്കരപ്പാനിയും ഉലുവയും ചേർത്ത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുക്കുന്ന സമയത്ത് ചൂട് ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകപ്പൊടി ചേർക്കാം. ജീരകപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നാളികേരം ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കണം. നാളികേരത്തിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉലുവപ്പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള 2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ഇനി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഉലുവപ്പാൽ തയ്യാറാക്കുമ്പോൾ ചെറിയ ചൂടിൽ വെച്ച് വേണം തയ്യാറാക്കാനായിട്ടും. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഉലുവപ്പാൽ തയ്യാറാക്കി എടുക്കേണ്ടതും. ഇനി നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ. ഈ ഒരു കർക്കിടക മാസത്തിൽ വളരെ ചിലവ് കുറച്ച് നമ്മുടെ ശരീരരക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഹെൽത്തി ഉലുവപ്പാൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഉലുവപ്പാല് 3 ദിവസം തുടർച്ചയായിട്ട് കുടിക്കേണ്ടതാണ്. 100 ഗ്രാം വെച്ചിട്ട് ഉലുവപ്പാൽ തയ്യാറാക്കുവാണെങ്കിൽ നമുക്കൊരു 12 ഗ്ലാസ് അളവ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം ലൂസ് ആയിട്ടാണ് വേണ്ടത്. നിങ്ങൾക്കുണ്ടാകുന്ന നടുവേദനയും കൈകാലുകൾ വേദനയും വാദസംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും മഴക്കാല രോഗങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിനും
ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്ക് വരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഉലുവപ്പാൽ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ എന്നും പറയുന്നത് പോലെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചേച്ചി പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. വീഡിയോ കണ്ടുപോകുമ്പോൾ നിങ്ങളെ ലൈക്കുകൾ തരാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ പറയുന്നത്. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.